അസ്സലാമു അലൈക്കും. 2027 പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിന് കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി വഴി അപേക്ഷിക്കുന്നവർക്കുള്ള അവസാന തീയതി ജൂലൈ 20 ഇവരുടെ നറുക്കെടുപ്പ് ജൂലൈ അവസാന വാരം ഉണ്ടായിരിക്കും. നറുക്കെടുപ്പിൽ അനുമതി ലഭിക്കുന്ന ഓരോ തീർത്ഥാടകനും അവരുടെ ആദ്യ ഗഡുവായി 1,52,300 രൂപ വീതം ഹജ്ജ് കമ്മിറ്റിയുടെ അക്കൗണ്ടിലേക്ക് ഓഗസ്റ്റ് 10 മുമ്പ് അടയ്ക്കേണ്ടി വരും എന്നാണ് ഹജ്ജ് കമ്മിറ്റി അറിയിച്ചിട്ടുള്ളത്. എന്നാൽ അനുമതി ലഭിച്ച ഒരു തീർത്ഥാടകൻ അവരുടെ അപേക്ഷ ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് നോക്കാം. ഒരു തീർത്ഥാടകന് അവരുടെ അപേക്ഷ ക്യാൻസൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർ ഹജ്ജ് കമ്മിറ്റിയിലേക്ക് ഇമെയിൽ അയച്ചാൽ അവരുടെ അപേക്ഷ ആ തീയതി വെച്ച് ക്യാൻസൽ ചെയ്യുന്നതാണ്. എന്നാൽ മതിയായ കാരണങ്ങൾ ഇല്ലാതെയാണ് അപേക്ഷ ക്യാൻസൽ ചെയ്യുന്നതെങ്കിൽ അന്നത്തെ തീയതി കണക്കാക്കി അവർ അടച്ച പണത്തിൽ നിന്ന് ഗണ്യമായ ഒരു സംഖ്യ ഹജ്ജ് കമ്മിറ്റി നഷ്ടപരിഹാരമായി ഈടാക്കുന്നതാണ്. എന്നാൽ മരണം, അതുപോലെ ഹജ്ജിന് പോകാൻ സാധ്യമല്ല എന്ന് ഡോക്ടർ കൽപ്പിക്കുന്ന രീതിയിലുള്ള അസുഖം ഉള്ള തീർത്ഥാടകർ എന്നിവർ അപേക്ഷ ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ മതിയായ തെളിവുകൾ ഹാജരാക്കിയാൽ അവർക്ക് കാര്യമായ നഷ്ടം ലഭിക്കാൻ സാധ്യതയില്ല. എന്നാലും ഇവർക്ക് റീഫണ്ടായി ലഭിക്കേണ്ട തുക സാധാരണഗതിയിൽ 5-6 മാസം ഒക്കെ കഴിഞ്ഞിട്ടായിരിക്കും അവരുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫറായി വരുന്നത് എന്നുള്ള കാര്യം പ്രത്യേകം ഓർക്കണം. അനുമതി ലഭിച്ച ഒരു തീർത്ഥാടകനിൽ നിന്നും ലഭിക്കുന്ന റദ്ദാക്കൽ അപേക്ഷയുടെ തീയതി കണക്കാക്കിയായിരിക്കും അവർക്ക് റീഫണ്ട് ലഭിക്കാനുള്ള തുക ഹജ്ജ് കമ്മിറ്റി കണക്കാക്കുന്നത്. ഇതിൻ്റെ വിശദമായ ടേബിൾ ഞാൻ ഇതോടൊന്നിച്ച് കൊടുക്കുന്നുണ്ട്. ഓരോ തീയതിയിലും ഒരാൾ അപേക്ഷ ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ അവർക്ക് വരുന്ന നഷ്ടം എത്രയായിരിക്കും എന്ന് നോക്കാം. 30/9 അതായത് സെപ്റ്റംബർ 30 ഒരാൾ അപേക്ഷ ക്യാൻസൽ ചെയ്യുന്നതെങ്കിൽ അവർക്ക് 5,000 രൂപയായിരിക്കും നഷ്ടം വരുന്നത്. എന്നാൽ 15/10 ക്യാൻസൽ ചെയ്യുന്നതെങ്കിൽ 10,000 രൂപയും 15/11 20,000 രൂപയും നഷ്ടം വരും. തുടർന്ന് 30/11 25,000 രൂപയും ഡിസംബർ 15 ക്യാൻസൽ ചെയ്യുന്നതെങ്കിൽ 30,000 രൂപയും ഡിസംബർ 31 35,000 രൂപയും ആയിരിക്കും നഷ്ടം വരുന്നത്. ഇനി ഒരു തീർത്ഥാടകൻ 2027 ജനുവരി 15 അവരുടെ അപേക്ഷ ക്യാൻസൽ ചെയ്യുന്നതെങ്കിൽ അവർക്ക് 40,000 രൂപയായിരിക്കും നഷ്ടം വരുന്നത്. ജനുവരി 31 ഈ നഷ്ടം 50,000 രൂപയായിരിക്കും. എന്നാൽ ഒരാൾ ജനുവരി 31 ശേഷമാണ് അവരുടെ അപേക്ഷ കാരണമില്ലാതെ ക്യാൻസൽ ചെയ്യുന്നതെങ്കിൽ അവർക്ക് അവർ അടച്ച മുഴുവൻ തുകയും നഷ്ടം വരുന്നതാണ് എന്നുകൂടി പ്രത്യേകം ഹാജിമാർ ഓർമ്മിക്കണം. അനുമതി ലഭിച്ച എല്ലാ തീർത്ഥാടകർക്കും സ്വീകരിക്കപ്പെടുന്ന രീതിയിൽ ഹജ്ജും ഉംറയും നിർവഹിക്കാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ.